മഴക്കാലമാണ്. മഴക്കാലത്ത് വളമിടലിൻ്റെ പ്രാധാന്യം എത്രത്തോളം ആണ് എന്ന് നമുക്കറിയാം. വേനൽക്കാലത്ത് വളമിട്ട് നനച്ചു കൊടുത്താലും മഴക്കാലത്തിൻ്റെ അത്രത്തോളം വരില്ല. ഞാനിവിടെ ആദ്യം മഗ്നീഷ്യം കുറച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് മണ്ണിൻ്റെ pH ലെവലാക്കാൻ വേണ്ടി കുമ്മായം ഇട്ട് 10 ദിവസം കഴിഞ്ഞാണ് ഈ വളപ്രയോഗം ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പ്രയോജനം മണ്ണിൻ്റെ pH ന്യൂട്രലായ 7 നിന്നും 6, 5, 4 എന്ന ലെവലിലായിരിക്കും പല സ്ഥലങ്ങളിലും കാണപ്പെടുക. അങ്ങനെ വന്നാൽ മണ്ണിൻ്റെ പുളിപ്പ് കൂടും, അസിഡിറ്റി കൂടിയാൽ കുരുമുളകിൻ്റെ വേരുകൾക്ക് നമ്മൾ കൊടുക്കുന്ന വളം വലിച്ചെടുക്കാൻ കഴിയാതെയാവും. അത് തടയാൻ വേണ്ടിയാണ് കുമ്മായപ്പൊടി വിതറി pH 7ലേക്ക് എത്തിക്കാൻ 10 ദിവസം സമയം കൊടുക്കുന്നത്. ആദ്യം എല്ലാ ചെടിയുടെയും ചുവട്ടിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. ചാണകപ്പൊടി വേരിൻ്റെ മുകളിൽ ഇട്ടാലും കുഴപ്പമില്ല. ഇട്ടതിനു ശേഷം നല്ല രീതിയിൽ ചുറ്റും പരത്തി കൊടുക്കുക. ചാണകപ്പൊടി ഇട്ടതിന് ശേഷം കൊടുക്കേണ്ട വളമാണ് വേപ്പിൻ പിണ്ണാക്ക്. ഇത് ഇട്ട് കൊടുക്കുന്നതിന് ഗുണം കുരുമുളകിന് വരുന്ന കീടാണുബാധ ഒരു പരിധിവരെ തടയാൻ സാധിക്കും. ഇത് എല്ലാത്തിൻ്റെയും ചുറ്റിലും വിതറി കൊടുക്കുക. ഇത് പല ഗ്രേഡിലും മാർക്കറ്റിൽ ലഭ്യമാണ്. നല്ല ഗ്രേഡിന് കിലോയ്ക്ക് നല്ല വില കൊടുക്കേണ്ടി വരും. വേപ്പ് പിണ്ണാക്ക് കൊടുത്തതിന് ശേഷം അടുത്ത് കൊടുക്കേണ്ട വളമാണ് എല്ലിൻ പൊടി. എല്ലിൻ പൊടി നമുക്ക് മാർക്കറ്റിൽ പല ഗ്രേഡിലും 3-4 ഗ്രേഡിലായിട്ട് നമുക്ക് ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ ഗ്രേഡ് എന്ന് പറയുന്നത് അതിൽ കൂടുതലും മണൽത്തരികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഗ്രേഡ് കൂടിയതിൽ നല്ല കട്ടയായിട്ടുള്ള എല്ലിൻ കഷ്ണങ്ങൾ എല്ലും പൊടിയായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഗ്രേഡ് കുറഞ്ഞതാണെങ്കിൽ തരിതരിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. എല്ലും പൊടി ഇട്ട് കൊടുക്കുന്നതിന് മെച്ചം കുരുമുളക് തൈക്ക് അതിവേഗം വളർച്ച കിട്ടാനും കരുത്ത് കിട്ടാനും വേണ്ടിയാണ് നമ്മൾ എല്ലിൻ പൊടി ചേർക്കുന്നത്. എല്ലിൻ പൊടി നമ്മൾ ഡയറക്റ്റായിട്ട് വേരിൽ ഇട്ട് കൊടുക്കാൻ പാടില്ല. വേരിൽ നിന്നും ഒരടി മാറി ഇട്ട് വേണം നമ്മൾ വിതറി കൊടുക്കാൻ. മൂന്ന് വളങ്ങളും ഇട്ടതിന് ശേഷം ഒരു ചട്ടിയിൽ മണ്ണ് നിറച്ച് അതിന് ചുറ്റും ചെറിയ രീതിയിൽ മണ്ണ് വിതറി കൊടുക്കണം.